ശരിക്കും തൃശ്ശൂരിനോട് ഒരു വലിയൊരു വഞ്ചനയാണ് ഇപ്പോൾ നമ്മുടെ സുരേഷ് പാപ്പൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ ഇലക്ഷൻ നിൽക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു മന്ത്രി ഉണ്ടാവും, ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി നിന്നത്. ഇപ്പോൾ ഡൽഹി ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് 4 സിനിമയുണ്ട്, അപ്പോൾ ആ സിനിമ എനിക്ക് ചെയ്യണം, അപ്പം ഞാനത് അവരോട് പറയും, പിന്നെ അവർ പറയണ രീതിയിൽ ചെയ്യും, അതാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് പറഞ്ഞാണ് പുള്ളി പോയത്. സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞ് ഈ വകുപ്പുകൾ വിഭജിച്ച് എല്ലാവരും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് ഇപ്പോൾ ക്യാബിനറ്റ് പദവി ഇല്ല, അദ്ദേഹത്തിന് മുഖം വെറുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് സിനിമ അഭിനയിക്കണം, അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് വേണ്ട, ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ എന്നുള്ള രീതിയിലേക്ക് മാറ്റി. ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഒരു MP ആയി വന്ന ഒരാളാണ്, മത്സരിച്ച് വന്ന ആളാണ്. എനിക്ക് ഒരു ക്യാബിനറ്റ് പദവി ഇല്ലെങ്കിൽ പിന്നെന്ത് എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നു. ജോർജ് കുര്യന് 2 വകുപ്പും കൊടുത്തു, അദ്ദേഹം മത്സരിച്ചിട്ടില്ലാത്തൊരാളാണ്. അപ്പോൾ അങ്ങനൊരു പ്രശ്നം ഇപ്പോൾ ഇദ്ദേഹത്തിന് വലച്ചിരിക്കുക. ഏതായാലും തൃശ്ശൂർക്കാർ ചിന്തിക്കേണ്ടത് ഇതുപോലൊരു MP നിൽക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കണം, അല്ലെങ്കിൽ MP ആയിട്ട് നിൽക്കണം, മന്ത്രിയായിട്ട് നിൽക്കണം. ഇവിടെ ഒരു മന്ത്രി ഉണ്ടാവുമെന്നാണ് തൃശ്ശൂർക്കാർ വിചാരിച്ചിട്ടാണ് അവർ ഭൂരിപക്ഷം ആൾക്കാർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. അതിപ്പോൾ വളരെ നിരാശയുടെ ഭാഗത്തേക്ക് അവർക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്, നിരാശ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇനി അദ്ദേഹം നാളെ ഇനി എന്ത് പറയും എന്ന് നമുക്കറിയില്ല. ക്യാബിനറ്റ് പദവി ഇനി തരാമെന്ന് കേന്ദ്രം പറയുകയാണെങ്കിൽ ഇദ്ദേഹം മാറ്റി പറയുമെന്നറിയില്ല. അപ്പം ചിലപ്പോൾ പറയും ഞാൻ വീണ്ടും അവരെ നിർബന്ധിച്ചു, അപ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റാതെ ആയിപ്പോയി, അതുകൊണ്ട് ഞാൻ വീണ്ടും മന്ത്രിസ്ഥാനം ഏറ്റെടുത്തു എന്ന് ചിലപ്പോൾ മാറ്റി പറയാം. അതൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ഏതായാലും കാത്തിരുന്ന് കാണാം.